ഇന്ന് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു. അവർ 2 ദിവസമായിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര വേദനയാണ്. അവർക്ക് ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വാ കഴുകി കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് പെയിൻ വന്നു. അപ്പോൾ വേറെ ഫോൺ നമ്പർ ഒന്നും ഇല്ലാതെ വന്നു, അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമത്തിൽ ഉറക്കം 2 ദിവസമായിട്ട് ശരിയായില്ല. ഡേ ടൈമിലൊന്നും വലിയ വേദനയില്ല. അപ്പം ഞാൻ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു കോമൺ ആയിട്ട് ഈ ദിവസങ്ങളിൽ ഈ മഴക്കാലത്ത് അത് വരുന്ന ഒരു റുട്ടീനായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് പെയിൻ ആണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്. പല്ലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പല്ലിൽ മുട്ടുമ്പോൾ വേദനയുണ്ട്, അല്ലെങ്കിൽ നീര് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വശത്ത് വാ തുറക്കാൻ പറ്റുന്നില്ലെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പല്ലിന് ഇൻഫെക്ഷൻ ആയി എന്നാണ്. അപ്പോൾ ഇൻഫെക്ഷൻ ആയ അവസ്ഥയിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പ് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് പല പ്രാവശ്യം വാ കഴുകാം. പാരസിറ്റമോളോ അല്ലെങ്കിൽ അവൈലബിൾ എന്തെങ്കിലും പെയിൻ കില്ലർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. ഏതെങ്കിലും ഡോക്ടറിനെ വിളിക്കാൻ പറ്റുവാണെങ്കിൽ വിളിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് മരുന്ന് കഴിക്കുകയും ചെയ്യാം. അതല്ല നിങ്ങൾക്കിത് തണുപ്പോ അല്ലെങ്കിൽ മഴക്കാലത്ത് തണുപ്പിന്റെ അല്ലെങ്കിൽ പുളിപ്പിന്റെ വേദനയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് വെള്ളം കൊണ്ട് വാ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടും. അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ തണുപ്പ് കൂടിയിട്ട് നിങ്ങൾ കുളി കഴിഞ്ഞ് വന്ന് ഫാൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്കും പുളിപ്പ് വരിക അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ അത് സെൻസിറ്റിവിറ്റി കൊണ്ടുണ്ടായ, പല്ലിന് തേയ്മാനം കൊണ്ടുണ്ടായ, അല്ലെങ്കിൽ കേടിൻ്റെ അകത്തുനിന്ന് സെൻസിറ്റിവിറ്റി ഉണ്ടായിട്ടുള്ള വേദനയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ ഉപ്പുവെള്ളം വായിൽ ഗാഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അഗ്രവേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് രാത്രി സമയത്ത്, മഴയുള്ള സമയത്താണെങ്കിൽ. അപ്പം നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ടൊന്ന് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം അപ്ലൈ ചെയ്ത് വെക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും കുറച്ച് നേരം അപ്ലൈ ചെയ്ത് വെക്കാം. രണ്ടാമത്തെ, നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം ലൂക്ക് വാട്ടർ അതിൻ്റെ അകത്ത് കുറച്ച് നേരം വായിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെയിൻ സബ്സൈഡ് ചെയ്തിട്ട് കാണാം. വേദന എന്തെങ്കിലും തലവേദന പോലെ വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെവിയുടെ അതിൽ വേദന വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പാരസിറ്റമോൾ എടുത്ത് നിങ്ങൾക്ക് കഴിക്കാം. നോർമൽ കേസിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് അത് സബ്സൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരെ സീലിംഗ് ഫാനിൻ്റെ അടിയിൽ പോയി ഇരിക്കാതിരിക്കുക. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും. താങ്ക് യു.